അറസ്റ്റ് ചെയ്ത് കയറ്റിയ വാഹനത്തിന് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും നിലത്ത് കിടന്ന് കൈ കോർത്തു പിടിച്ച് ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശക്തമായ ഉപരോധം തീർക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. പോലീസിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളത്. അത്തരത്തിൽ വളരെ വലിയ ശക്തമായ പ്രതിഷേധം തീർക്കുന്നു SFI പ്രവർത്തകർ ക്യാമ്പസ് അങ്കണത്തിൽ. ഇപ്പോൾ അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, തുടർന്നോളൂ. ഇപ്പോൾ ആർഷോ അടക്കമുള്ള ആളുകൾ വീണ്ടും പോലീസ് വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു വിദ്യാർത്ഥി മറ്റു ചില ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവർ വീണ്ടും ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിൽ നേരിട്ട് ഉൾപ്പെടുത്ത വിദ്യാർത്ഥികൾക്കപ്പുറം മറ്റു വിദ്യാർത്ഥികൾ ഇപ്പോൾ ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവർ ഒരു ബി പ്ലാൻ കൂടി ഈ സമരത്തിന് തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം കുറച്ച് അധികം നേരമായി പോലീസ് ബലം പ്രയോഗിച്ചാണ് വിദ്യാർത്ഥികളെ SFI പ്രവർത്തകരെ നീക്കം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷവും കൂടുതൽ കുട്ടികൾ ഈ അറസ്റ്റ് ചെയ്യുന്നടുത്ത് കുട്ടികൾ വീണ്ടും ഈ ക്യാമ്പസിൽ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു തുടർച്ചയായി സമരത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് സംശയിക്കുന്നതായാലും രാഷ്ട്രീയമായ ഒരു തർക്കം നടക്കുമെന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി കാണും. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കാണും. കാവ്യ അടിച്ചു പോടാ. സമരം ഞങ്ങൾ തുടരും, സമരം ഞങ്ങൾ ശക്താക്കും. ആരിഫ് ഖാൻ ഈ കേരളത്തിനകത്തെ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി RSS കൊണ്ട് പണയം വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അവസാനത്തെ SFI-കാരനെ അവശേഷിക്കും വരെ ഞങ്ങൾ സമരം തുടരും. അവസാനത്തെ SFI-കാരനെ അടിച്ച് കൊലപ്പെടുത്തുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, ഞങ്ങൾ ഏത് തരത്തിലുള്ള അതിക്രമം ഉണ്ടായാലും ഏത് തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സമരം, ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രകോപനവും ഈ നിമിഷം വരെ ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും സമാധാനപരമായി, ഏറ്റവും ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങളുടെ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സമരത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സമര മുദ്രാവാക്യങ്ങളോട് കേരളത്തിലെ അവസാനത്തെ ജനതയും ഐക്യപ്പെടും. ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരമാണ്. സംഘപരിവാറിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ അണിനിരത്തും വരുന്ന ദിവസങ്ങളിലെ സമാധാനപരമായിട്ടുള്ള ഞങ്ങളുടെ സമരത്തെ അവസാനിപ്പിച്ചിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിനകത്ത് പ്രവേശിക്കുക എന്നുള്ളത് കേരള ജനതയോടുള്ള അയാളുടെ വെല്ലുവിളിയാണ്. ഇത്രയും പ്രകോപനപരമായിട്ടുള്ള സാഹചര്യമുണ്ട്, ഇത്രയും പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായും ഈ പ്രതിഷേധം നിലനിൽക്കുന്നിടത്തേക്ക് അദ്ദേഹം വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യാണ്. മനഃപൂർവ്വം കേരളത്തിനകത്തെ, മനഃപൂർവ്വം സംസ്ഥാനത്തിനകത്തെ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ബോധപൂർവമായി കേരളത്തിന്റെ ഗവർണർ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ ഭരണഘടനയോട് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ ഈ നിലയിൽ വിദ്യാർത്ഥികളോട് പെരുമാറുക എന്നുള്ളതല്ല, ഈ നിലയിൽ വിദ്യാർത്ഥികളെ നിശബ്ദരാക്കി ഇതിനകത്ത് കയറുക എന്നുള്ള ധിക്കാരവും ദാഷ്ട്യവുമല്ല. അദ്ദേഹം ഇവിടം വിട്ടു പോകണം. ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയ്ക്കകത്ത് പ്രവേശിക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യ സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള ആവശ്യം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസിലേക്ക് വരരുത് എന്നാണ്
ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. വലിയ സംഘർഷമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ സർവകലാശാലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഷർട്ടൊക്കെ പൂർണ്ണമായും കീറിപ്പറിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തകൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസിന്റെ ബലപ്രയോഗത്തിൽ കാര്യമായി തന്നെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനിതകളടക്കമുള്ളവരെ വലിച്ചിഴച്ചുകൊണ്ടാണ് ഈ സമരസ്ഥലത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ടുള്ള യാത്ര അല്ലെങ്കിൽ സർവകലാശാല ക്യാമ്പസിൽ മാത്രമേ തങ്ങുകയുള്ളൂ എന്ന തന്റെ തീരുമാനം മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ SFI മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയെ അടക്കമുള്ള ആളുകളെ വലിച്ചിഴച്ചാണ് പോലീസ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. വാഹനത്തിലേക്ക് പോയ ആർഷോ പിന്നീട് പ്രവർത്തകരും ചേർന്ന് ആ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് വീണ്ടും ഈ ഗസ്റ്റ് ഹൌസിന്റെ മുൻവശത്തിരിക്കുകയാണ്. അവസാന വിദ്യാർത്ഥിയും SFIയുടെ ഉള്ള ആ സമയം വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ SFI പറയുന്നത്, അല്ലെങ്കിൽ ആർഷോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ഥലത്ത് നിന്നും ബലം പ്രയോഗിച്ച് നീക്കിയാൽ പോലും മറ്റു വിദ്യാർത്ഥികൾ ഒരുപക്ഷെ വീണ്ടും ഈ ക്യാമ്പസിനുള്ളിലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒപ്പം SFIയുടെ കേന്ദ്ര തലത്തിലെയും സംസ്ഥാന തലത്തിലെയും ഒക്കെ നേതാക്കൾ നേരത്തെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഈ ക്യാമ്പസിൽ കമ്പടിച്ചാണ് ഈ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്ത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ പോലും വീണ്ടും സർവകലാശാലയുടെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ച വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പോലീസ് സ്ഥലത്തുണ്ടായിട്ടും പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയാത്തത്. നിലവിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം പോയിരിക്കുന്നു. ആ വാഹനം മടങ്ങിയെത്തിയ ശേഷം അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച ശേഷമാവും അടുത്ത ഘട്ടത്തിലുള്ള ആളുകളെ നീക്കം ചെയ്യാൻ അതിനുള്ള നടപടികൾ ആരംഭിക്കുക. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയോട് അടുക്കുകയാണ്. 6:30 ഗവർണർ യാത്ര ചെയ്യുന്ന വിമാനം ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുക. അവിടെ നിന്നും ഏതാണ്ട് 15 മിനിറ്റ് യാത്രാ ദൂരമാണ് ഇവിടേക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ സമയത്തിനുള്ളിലാവും എത്തുക. ഏതാണ്ട് 7 മണിയോട് കൂടിയാവും ഗവർണർ ഇവിടെ എത്തുക. എന്തായാലും ആ സമയം വരെ ഏതാണ്ട് 2 മണിക്കൂർ സമയപരിധി SFI ഇക്കാരെ നീക്കം ചെയ്യുന്നതിന് പോലീസിന്റെ മുമ്പിലുണ്ട്. എന്തായാലും ആ സമയത്തിനുള്ളിൽ അടുത്ത ഘട്ടമായി ഈ പ്രവർത്തകരെ നീക്കം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ആവശ്യം ഇത്രയധികം സംഘർഷഭരിതമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ഗവർണറെ എത്തിക്കരുത്, അല്ലെങ്കിൽ ഗവർണർ ഇവിടേക്ക് വരുന്നതിൽ നിന്നും പിന്മാറണം, അല്ലെങ്കിൽ പോലീസ് ണമെന്നാണ് നേരത്തെ ആഷോ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ. ഗവർണർ ഇവിടെ 3 ദിവസം കിടക്കുമ്പോഴും ഓരോ രാത്രിയിലും കിടന്നുറങ്ങുമ്പോൾ പോലും SFIയുടെ മുദ്രാവാക്യങ്ങൾ കേട്ട് വേണം ഗവർണർ കിടന്നുറങ്ങേണ്ടത് എന്ന രീതിയിലേക്ക് വരെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന്റെ വളരെ അടുത്താണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ താമസിക്കുന്ന കോളേജ് ഹോസ്റ്റലുകൾ ഉള്ളത്. ആ ഹോസ്റ്റലുകളിലൊക്കെ തമ്പടിച്ചൊരു പക്ഷേ രാത്രി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നറിയില്ല. ഗസ്റ്റ് ഹൌസിന്റെ മറ്റ് 2-3 ഗസ്റ്റ് ഹൌസുകളുണ്ട്, 2-3-4 ഗസ്റ്റ് ഹൌസുകളുണ്ട്. ആ 3 ഗസ്റ്റ് ഹൌസുകളിൽ നിന്നും പൂർണ്ണമായി താമസക്കാരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. ആ മുറികൾ ആർക്കും കൊടുക്കാതെ ഗവർണറുടെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിയാൻ ഈ SFI പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഏതാണ്ട് പകുതിയിലധികം പ്രവർത്തകരെ 70% പ്രവർത്തകരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആർഷോ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വീണ്ടും ഈ പ്രക്ഷോഭം നടന്ന ഇടത്തേക്ക് ഈ ഗസ്റ്റ് ഹൌസിന് സമീപത്തേക്ക് എത്തുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രതീക്ഷിച്ചതിലും വലിയൊരു ബലപ്രയോഗം ഇവിടെ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി. പ്രവർത്തകർക്ക് ചിലർക്ക് നേരെ ലാത്തി ഉപയോഗിച്ച് അടിച്ചു, ചിലരെ വലിച്ചിഴിച്ചുകൊണ്ട്, ചിലർക്ക് നേരെ കടുത്ത ബലപ്രയോഗം നടത്തേണ്ടി വന്നു. പെൺകുട്ടികളടക്കം നിലവിളിച്ചുകൊണ്ട് വാഹനങ്ങളിലേക്ക് കയറി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും വലിയ പ്രക്ഷോഭത്തിന് ഒരുപക്ഷെ സമീപകാലത്ത് SFI നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിന് മുന്നോടിയായി കാണാൻ കഴിഞ്ഞിരിക്കുന്നത്.